മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒടുവിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് കേരളത്തിന് ലഭിച്ചു. കൂടുതൽ സാമ്പത്തിക സഹായം നൽകില്ലെന്നും കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ട്. അതിതീവ്ര ദുരന്തമാണെന്ന് പാർലമെന്റിൽ കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും രേഖാമൂലം അറിയിപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. അതിതീവ്ര ദുരന്തമായി പരിഗണിക്കണമെന്ന് കേരളം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, L3 കാറ്റഗറിയിൽ അതിതീവ്ര ദുരന്തമായി ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പ്രഖ്യാപിക്കണമെന്നുള്ളത് കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമായിരുന്നു. ആ ആവശ്യം ഒടുവിൽ പരിഗണിച്ച് വൈകിയാണെങ്കിലും കേന്ദ്രം അനുവദിക്കുകയായിരുന്നു. പക്ഷേ ഇതിനോടൊപ്പം പ്രത്യേക സഹായം നൽകില്ല എന്നാണോ കേന്ദ്രം പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, നമുക്കറിയാം കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. പക്ഷേ നിരവധി തവണ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി നേരിട്ട് കത്തെഴുതിയിട്ടൊന്നും തന്നെ കേന്ദ്രം ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പോയിരുന്നില്ല, തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് ഗുപ്ത റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിൽ ഇതൊരു അതിതീവ്ര ദുരന്തമാണ് എന്നുള്ളത് സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അങ്ങനെ സമ്മതിക്കുമ്പോഴും ഒരു രീതിയിലുള്ള സഹായവും അധിക സഹായവും നൽകുവാൻ വേണ്ടി തയ്യാറല്ല, അല്ലെങ്കിൽ നൽകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കത്തിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഈ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ പാർലമെന്റിലടക്കം ഈ ദുരന്തമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ പോലും രേഖാമൂലമുള്ളൊരു മറുപടി നിലവിൽ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അതിനുകൂടി ഒരു അന്ത്യമായിരിക്കുന്നു. രേഖാമൂലം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ നേരിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അരുൺകുമാർ, താങ്ക് യു. റിനു സീധറാണ് വിവരങ്ങൾ നൽകിയത്.